ശ്രീ ശ്യാം ചോദിച്ചിരിക്കുകയാണ്. വാട്ട് ഈസ് ടൈം? ഇസ് ഇറ്റ് ജസ്റ്റ് എ മെഷർമെൻറ്റ് ഓർ ഇസ് ഇറ്റ് എ ഫിക്സഡ് ഷീറ്റ് ഓർ ഡയമെൻഷൻ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് നെഗറ്റീവ് ടൈം? വാട്ട് ഈസ് ടൈം? എന്താണ് സമയം? വളരെ സുഖമുള്ള ചോദ്യമാണ്, എനിക്കറിയത്തില്ല. അതായത് സമയം എന്താണ് എന്ന ചോദ്യത്തിന് നമുക്കിപ്പോഴും അങ്ങനെ ഒറ്റയടിക്ക് പറയാവുന്നൊരു ഉത്തരവില്ല. നമുക്കാകെ അറിയാവുന്നത് യൂണിവേഴ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായിട്ട് സ്പേസും ടൈമും ചേർന്ന ഒരു 4 ഡയമെൻഷണൽ എൻറ്റിറ്റിയാണ്. അതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടേക്കുന്ന എനർജിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ടൈമിനെ സ്പേസിലെ മറ്റ് വസ്തുക്കളിൽ നിന്നും മാറ്റി കാണാവുന്ന ഒന്നല്ല. പൊതുവിൽ പണ്ടൊക്കെ നമ്മൾ കരുതിയത്, നമ്മളതിനെ ഫിലിം സ്ട്രിപ്പ് അനാളജി എന്ന് പറയും. അതായത് നമ്മൾ പഴയ ഫിലിം മൂവി ചെയ്യുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഫിലിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മൂവിയുടെ ഓരോ ഫ്രെയിമും വേറെ വേറെ സ്റ്റിൽ ഇമേജസ് ആയിട്ട് കാണും. എന്നിട്ട് ഇതിനെ നമ്മളിങ്ങനെ പ്രൊജക്ടറിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്കതൊരു മൂവി ആയിട്ട് കാണാൻ പറ്റുന്നത്. അത് ഫിലിമല്ല. ഇപ്പോഴത്തെ ഡിജിറ്റൽ ക്യാമറ എടുത്തു കഴിഞ്ഞാലും ഡിജിറ്റൽ ക്യാമറ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു സെക്കൻഡിൽ ഒരു 30 ഫോട്ടോ എടുത്തേക്കും. നമ്മുടെ സാധാരണ സ്റ്റിൽ ക്യാമറ അങ്ങനെയല്ല, നമ്മുടെ കൺട്രോൾ അനുസരിച്ച് ഫോട്ടോ എടുക്കുന്നില്ല. ഇത് അതാണ് നമ്മൾ ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന് വിളിക്കുന്നത് ക്യാമറയുടെ. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിൻ്റെ പല അവസ്ഥകളെ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ഫിലിം സ്ട്രിപ്പാണോ ടൈം? ഈ ചോദ്യമൊക്കെ പണ്ട് ഫിലോസഫേഴ്സ് സ്ഥിരം ചോദിച്ചിരുന്ന ചോദ്യമാണ്. പക്ഷേ മറ്റ് വസ്തുക്കളെപ്പോലെ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇച്ചിരി പാടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് അടിസ്ഥാനപരമായിട്ട് ഒരൊറ്റ വസ്തുവായിട്ട് തോന്നുമെങ്കിലും ഇതിനെ നമ്മൾ സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് അടിസ്ഥാനപരമായിട്ട് പരസ്പരം ടച്ച് ചെയ്യാതെ നിൽക്കുന്ന ആറ്റങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും ഇതൊരു കണ്ടിന്യൂസ് വസ്തുവായിട്ട് തോന്നുമെങ്കിലും ഇത് പരസ്പരം തൊടാത്ത പീസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് ഡിസ്ക്രീറ്റ് എന്നാണ്. ടച്ച് ചെയ്യാതെ വേറെ വേറെ ആയിട്ട് നിൽക്കുന്ന ആശയം. സമയം അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ്ലി ഒഴുകുന്നത് പോലെ തോന്നുകയും ആക്ച്വലി ഇങ്ങനെ പീസായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒന്നാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ധാരണ കണ്ടിന്യൂസ് ആണെന്നാണ്. സമയം അങ്ങനെ വേറെ വേറെ മൊമെൻറ്റുകളായിട്ട് നിൽക്കുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂസ്ലി പോവുകയാണ്. ഇതുവരെയുള്ള അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ്. പക്ഷേ സമയത്തിന് സ്പേസിനില്ലാത്ത ചില പ്രത്യേകതകൾ നമുക്കായിട്ട്. അപ്പോൾ സ്പേസിനൊരു പ്രിഫേർഡ് ഡയറക്ഷൻ ഇല്ല. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നും അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന ഓർഡറിലല്ല ഇങ്ങോട്ട് വരുമ്പോൾ സാധനങ്ങളെ കാണുന്നത്. രണ്ടും ഞാൻ എങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ച് മാറും. പക്ഷേ സമയത്തിന് എനിക്കിങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ട് റിവേഴ്സിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാൻ പറ്റും അത് റിവേഴ്സിൽ പ്ലേ ചെയ്യുന്നതാണ്. കാരണം ഇങ്ങനെ കാര്യങ്ങൾ നടക്കില്ല. അതിനെ ഫിസിക്സിൽ വിളിക്കുന്നത് ആരോ ഓഫ് ടൈം എന്നാണ്. ടൈമിന് ഒരു പ്രിഫേർഡ് ഡയറക്ഷൻ ഉള്ളതുപോലെ തോന്നും, സ്പേസിന് അതില്ല. പിന്നെ സ്പേസിൽ ഏത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നതെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള അനുസരിച്ചിട്ടാണ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ മൈക്ക് കഴിഞ്ഞിട്ടാണ് കപ്പ്, ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ കപ്പ് കഴിഞ്ഞിട്ടാണ് മൈക്ക്. സമയത്തിൽ അങ്ങനെ അല്ല. ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് കല്ലെടുത്തെറിഞ്ഞാൽ കല്ലെറിഞ്ഞതാണോ ഗ്ലാസ് പൊട്ടിയതാണോ ആദ്യം സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കല്ല് ആദ്യം എറിഞ്ഞാലേ പിന്നെ ഗ്ലാസ് പൊട്ടു. ഗ്ലാസ് പൊട്ടിയതിനു ശേഷം പിന്നെ കല്ലെറിയിൽ നടക്കില്ല. അതാണ് സമയത്തിൻ്റെ ഡയറക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് കാരണം മറ്റ് പ്രകൃതി നിയമങ്ങളാണ്. ഇപ്പോൾ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ നിയമങ്ങളുണ്ട്. ചില പ്രത്യേക ഡയറക്ഷനിൽ മാത്രമേ യൂണിവേഴ്സ് ഇവോൾവ് ചെയ്യൂ. അതുകൊണ്ടാണ് നമുക്ക് സമയത്തിൻ്റെ ദിശ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോഴും മൈക്രോസ്കോപ്പിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ മൈക്രോസ്കോപ്പിക് എന്ന് വിശേഷിപ്പിക്കാവുന്നൊരു അതിനോട് സമാനമായിട്ട് പറയാവുന്നൊരു കാര്യം, ഇപ്പോൾ ഒരു കോയിൻ, നമ്മുടെ ക്യാരം ബോർഡ് കളിക്കുകയാണല്ലോ, ക്യാരംസിൽ ഒരു കോയിൻ വെച്ച് വേറൊരു കോയിനെ ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുകയാണെന്ന് വെച്ചു. എന്നിട്ട് അത് ആ വേറെ ആളിൻ്റെ കൈ ഒന്നും കാണിക്കാതെ ഒരു കോയിൻ വന്ന് വേറൊരു കോയിനെ തട്ടിത്തെറിപ്പിക്കുന്നത് മാത്രം ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് പ്ലേ ചെയ്താൽ ഏതിനെയാണ് തെറിപ്പിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. മറ്റേതൊന്ന് ഇടിച്ചിട്ട് അതാണോ തെറിക്കുന്നത്, അത് റിവേഴ്സ് പ്ലേ ആവുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കൂടുതൽ വേരിയബിൾസ് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒരാളുടെ കൈ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഇങ്ങനെ മൂവ് ചെയ്യത്തില്ല, ഇങ്ങനെയാണ് മൂവ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതാണ് ഞാൻ മൈക്രോസ്കോപ്പിക് ലെവലിൽ ഈ വ്യത്യാസം മനസ്സിലാവില്ല. പക്ഷേ മാക്രോസ്കോപ്പിക് ലെവലിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് പോകുമ്പോൾ ഫിസിക്സിലെ സിദ്ധാന്തങ്ങളൊന്നും തന്നെ സമയത്തിൻ്റെ ദിശയെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും മാക്രോസ്കോപ്പിക് ലെവലിൽ ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിസ്ഥാനമായിട്ട് ഫിസിക്സിൽ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പ്രതിഭാസം നടക്കുമ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാണോ സമയത്തിൻ്റെ ദിശ കാണുന്നത് അതിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിൽ പറയേണ്ടി വരുമ്പോഴാണ് അതിന് നെഗറ്റീവ് ടൈം എന്ന് പറയുന്നത്. പിന്നെ കുറച്ചുകൂടി ഡെയിലി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളൊരു പരീക്ഷണം ചെയ്യുകയാണ്, ഒരു വസ്തുവിനെ നിരീക്ഷിക്കുകയാണ്. അയാൾ നിരീക്ഷിക്കുമ്പോൾ അയാളുടെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുന്നു. ഓരോ സമയവും അതെങ്ങനെ മാറുന്നു നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളെ നമ്മൾ നെഗറ്റീവ് ടൈമായിട്ട്, കാരണം സ്റ്റോപ്പ് വാച്ച് തുടങ്ങുന്നത് 0-ലാണ്. അപ്പോൾ അതിന് മുമ്പത്തെ സമയത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ
അപ്പോൾ നമ്മൾ കാണാൻ ന്യൂസിൽ ഇത് കാണുന്നൊരു സ്ഥലമുണ്ട്, റോക്കറ്റ് ലോഞ്ച് നോക്കിയാൽ മതി. റോക്കറ്റ് ലോഞ്ചിൽ ഒരു കൗണ്ട് ഡൗൺ ഉണ്ട്. അപ്പോൾ അവരെപ്പോഴും T-50 seconds, T-49 seconds എന്ന് പറയും. T എന്ന് പറയുന്നത് ലോഞ്ച് ടൈമാണ്. അതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ അവർ കൗണ്ട് ഡൗൺ ആണ് ചെയ്യുക. എന്നിട്ട് T ആകുമ്പോഴാണ് ഇത് ഇഗ്നൈറ്റ് ചെയ്യുന്നത്. പിന്നെ അവർ പ്ലസ്സാണ് പറയുക, അതായത് ലോഞ്ചിന് മുമ്പും ലോഞ്ചിന് ശേഷവും. അതാണ് മൈനസ് എന്നുള്ള നമ്പർ നമ്മൾ അവിടെ ഉപയോഗിക്കുക. അല്ലാതെ പിന്നിലേക്ക് പോകുന്നൊരു സമയം എന്ന അർത്ഥത്തിൽ നെഗറ്റീവ് ടൈമിനെ കുറിച്ച് നമുക്ക് നിലവിൽ ധാരണകളൊന്നും തന്നെ ഇല്ല.